بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، ومن تبعهم بإحسان إلى يوم الدين. أما بعد، محمد رسول الله എന്നതിൻ്റെ ആശയം എന്താണ് എന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്. ആരാണ് അദ്ദേഹം പോയിരുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജമീൽ ബാറകല്ലാഹു ഫീക്. وما أرسلناك إلا كافة. أيوة جميل بارك الله فيك. أيوة كافة جميل. الدليل ويجب علينا أيضا واجتناب ما نهى عنه وزجر. أيوة والدليل. طيب الدليل الثاني هذا ما وعد الرحمن وصدق المرسلون. وقال النبي صلى الله عليه وسلم عن ابي هريره رضي الله عنه قال رسول الله صلى الله عليه وسلم ما نهيتكم عنه فاجتنبوه وما امرتكم به فاتوا منه ما استطعتم. جميل. رسول الله صلى الله عليه وسلم വിശ്വസിക്കൽ അതെന്താണ്? നമ്മുടെ മേൽ നിർബന്ധമാണ്. അതെങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ഓരോ ആയത്തും 1 തസ്ദീഖ് ത്വാഅ അനുസരിക്കണം, 2 സത്യപ്പെടുത്തണം, 3 റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതിൽ നിന്നും അകന്നു നിൽക്കണം. അതിൽ പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതല്ലാത്ത രീതിയിൽ അള്ളാഹുവിനെ ആരാധിക്കൽ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യങ്ങളിൽ പെട്ടതാണ് റസൂലുള്ള പഠിപ്പിക്കാത്തതല്ലാത്ത രീതിയിൽ ഇബാദത്ത് ചെയ്യുക എന്നത്. കാരണം എന്താണ്? അത് ബിദ്അത്താണ്. ബിദ്അത്ത് എന്താണ്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വഹ്ദാനിയത്തിന്റെ കലിമ, തൗഹീദിന്റെ കലിമ, അത് വിശദീകരിച്ചതിനോടൊപ്പം തന്നെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമ വിശദീകരിക്കൽ അനിവാര്യമായതിനാൽ തന്നെ ശൈഖ് യഹ്യ ഹഫിളഹുല്ലാഹ് അത് അങ്ങനെ തന്നെ നൽകി. അതെന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഷഹാദത്തിന്റെ കാര്യത്തിൽ ഒരുമിപ്പിച്ചിട്ടുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയും വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വറഫഅനാ ലക ദിക്റക, താങ്കൾക്ക് നബിയെ, താങ്കൾക്ക് താങ്കളുടെ സ്മരണ അല്ലെങ്കിൽ താങ്കളെ കുറിച്ചുള്ള ഓർമ്മയും പ്രതിപാദിക്കലും ഒക്കെ നാം എന്ത് ചെയ്തിട്ടുണ്ട്? താങ്കളുടെ സ്മരണകൾ എല്ലാം ഉയർത്തിയിട്ടുണ്ട് എന്നതിന്റെ ആശയത്തിൽപ്പെട്ടതാണ് ലാ യുദ്കറുല്ലാഹു ഫി ഷഹാദതി ഇല്ലാ ദുക്റ മഅഹു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഹാദത്തിൽ അല്ലാഹു സ്മരിക്കപ്പെട്ടാൽ അതിന്റെ കൂടെ ആരും കൂടെ സ്മരിക്കപ്പെടും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ സ്മരിക്കപ്പെടും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തന്നെ
കേട്ട കാര്യമാണ്, വായിച്ച കാര്യമാണ്, പഠിച്ചതാണ്. മുഹമ്മദുൻ എന്നത് ഖുർആനിൽ എത്ര പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്? 4 പ്രാവശ്യമാണ്. അഹ്മദ് എത്ര പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്? 1 പ്രാവശ്യം. അങ്ങനെ മുഹമ്മദും അഹ്മദും എല്ലാം കൂടി 5 പ്രാവശ്യമാണ് ഖുർആനിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്. മുഹമ്മദുൻ എന്ന് പ്രതിപാദിക്കപ്പെട്ട സ്ഥലങ്ങൾ മുഹമ്മദുൻ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ. അതുപോലെ തന്നെ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി അർറുസുൽ. അതുപോലെ തന്നെ വേറെ സ്ഥലം മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹ് ഖാതമൻ നബിയ്യീൻ. വേറെ സ്ഥലം എവിടെയാണ്? الذين كفروا وصدوا عن سبيل الله أضل أعمالهم. സൂറത്ത് മുഹമ്മദിൽ ഒന്നാമത്തെ ആയത്ത്. രണ്ടാമത്തെ ആയത്ത് والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم. സൂറത്ത് മുഹമ്മദിലെ രണ്ടാമത്തെ ആയത്ത്. അപ്പൊ ഈ 4 സ്ഥലങ്ങളിലാണെന്നുള്ളത് മുഹമ്മദ് എന്ന പേരുള്ളത്. 5 അഹ്മദ് എന്ന പേരാണ്. അഹ്മദ് എന്ന പേര് ഈസ അലൈഹിസ്സലാം പറയുന്നതാണ്. ആരോട്? അന്നത്തെ ജനങ്ങളോട്. എന്താണത്? വഇദ് ഖാല ഈസ ഇബ്നു മർയമ യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിന അത്ത്-തൗറാത്തി വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. എനിക്ക് ശേഷം വരുന്ന അഹ്മദ് എന്ന പേരുള്ള ഒരു നബിയെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? വന്നിട്ടുള്ളത്. അപ്പൊ അഹ്മദ് ഖുർആനിൽ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്ക് മുഴുവനുള്ള നബിയാണ് എന്നതിനെ സൂചിപ്പിക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ശൈഖ് യഹ്യ കൊണ്ടുവന്ന തെളിവ് വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്, മുഴുവൻ ജനങ്ങൾക്കുമായിട്ടാണ് നാം താങ്കളെ അയച്ചിട്ടുള്ളത്. വേറൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ. തന്റെ അടിമയുടെ മേൽ ഫുർഖാൻ ഇറക്കിയിട്ടുള്ള റബ്ബ് എന്താകുന്നു? അനുഗ്രഹീതപൂർണനാകുന്നു. എന്തിനു വേണ്ടിയാണ്? ലിയകൂന ലിൽ ആലമീന നദീറ, ലോകർക്ക് താക്കീതുകാരനാകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ അയച്ചു. സൂറത്തു അൽ ഫുർഖാനിലെ 1-ാമത്തെ ആയത്താണ്. വേറെ സ്ഥലത്ത് എന്താണ്? ഖുൽ യാ അയ്യുഹന്നാസ്, നബിയെ പറയുക, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, അല്ലയോ ജനങ്ങളെ, ഞാൻ നിങ്ങളിലേക്ക് എല്ലാവർക്കുമുള്ള അള്ളാഹുവിന്റെ റസൂലാണ്. വേറെ അമ്പിയാക്കൾ എന്താണ്? അവരെല്ലാവരും സംസാരിച്ചത് എവിടെയാണ്? ഇപ്പൊ ഈസാ അലൈഹിസ്സലാമിന്റെ സംസാരം നമ്മൾ കേട്ടു. എന്താണ് കേട്ടത്? മറിയം യാ ബനി ഇസ്രായീൽ, അല്ലയോ ഇസ്രായേൽ സന്തതികളെ. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സംസാരം എങ്ങനെയാണ്? യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇലന്നാസി കാഫ, ഇലൽ ഖൽഖി, അതുപോലെ തന്നെ ഇലൽ ആലമീൻ എന്ന രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞതും സംസാരിച്ചത്. വേറെ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ അയച്ചിട്ടുള്ളത് ലോകർക്ക് റഹ്മത്തായിക്കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അടുത്ത ഹദീസ്, വഉർസിൽതു ഇലൽ ഖൽഖി കാഫതൻ, സൃഷ്ടികളിലേക്ക് മുഴുവനായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഞാൻ അയക്കപ്പെട്ടിട്ടുള്ളത്.
ആ ഹദീസ് എവിടെയുള്ളതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫുദ്ദിൽതു അലൽ അംബിയാഇ ബിസിത്തിൻ, മറ്റുള്ള നബിമാരിൽ നിന്നും എനിക്ക് 6 കാര്യങ്ങളാൽ ശ്രേഷ്ഠത നൽകപ്പെട്ടിരിക്കുന്നു. അമ്പിയാക്കൾ തമ്മിൽ ശ്രേഷ്ഠതയിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. എല്ലാവരും അള്ളാഹുവിന്റെ അമ്പിയാക്കളാണ്. എല്ലാവരും വിശ്വസിക്കൽ നിർബന്ധമാണ്, പേരറിയുന്നവരാകട്ടെ അറിയാത്തവരാകട്ടെ. എന്നാൽ ആ അമ്പിയാക്കളിൽ ശ്രേഷ്ഠതയുടെ അടിസ്ഥാനത്തിൽ ചില അമ്പിയാക്കൾ വളരെ ശ്രേഷ്ഠരായിരിക്കും, ചില അമ്പിയാക്കൾ അവരിൽ താഴെ ഉള്ളവരായിരിക്കും. തിൽക റസൂലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തിൽക റസൂലുമാർ അവരെന്താണ്? ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്, ചിലരെക്കാൾ നാം ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. അപ്പൊ ഇതെന്താണ്? ഇത് അമ്പിയാക്കൾ തമ്മിലുള്ള വിവേചനമല്ല, മറിച്ച് ശ്രേഷ്ഠത എന്താണ്? ഉള്ളതാണ്. ഒരാൾക്ക് 2 മക്കളുണ്ട്. ആ മക്കളിൽ 2 ആളെയും അദ്ദേഹം എന്ത് ചെയ്യുന്നു? മക്കളായി അംഗീകരിക്കുന്നു. മക്കൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ 2 പേർക്കും തുല്യമായി കൊടുക്കുന്നു. പക്ഷേ അതിലൊരാൾ കൂടുതൽ നന്മകൾ പ്രവർത്തിക്കുന്നവനാണ്, ഒരാൾ അത്രമാത്രം പ്രവർത്തിക്കുന്ന ആളല്ല. 2 ആളും നല്ലതാണ്, പക്ഷെ ഒരാൾ കൂടുതൽ നന്മ പ്രവർത്തിക്കുന്നതാണ്. ആ ആൾ തീർച്ചയായും ശ്രേഷ്ഠത കൂടുതലുള്ളവനാണ് എന്നത് പിതാവിന് തിരിച്ചറിയാൻ സാധിക്കും. ഇതിനർത്ഥം മക്കൾക്കിടയിൽ വിവേചനം നടത്തിയെന്നല്ല, മറിച്ച് ശ്രേഷ്ഠത കൂടുതലുള്ള അത് എത്ര പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഅതീതു ജവാമിഉൽ കലിം, എനിക്ക് ജവാമിഉൽ കലിം ലഭിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ചെറിയ വാക്കുകൾ കൊണ്ട് വലിയ ആശയങ്ങൾ സംസാരിക്കാൻ കഴിയുക, അത് എനിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതൊരു പ്രത്യേകതയാണ്, നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകതയാണ്. ഉഅതീതു ജവാമിഉൽ കലിം വനസുൽതു ബിർറുഅബി, എനിക്ക് റുഅബ് കൊണ്ട് സഹായിക്കപ്പെട്ടിട്ടുണ്ട്, ഭയം കൊണ്ട് സഹായിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ്? വേറൊരു ഹദീസിൽ കാണാം, വനുസിർതു ബിർറുഅബി മസീറത ശഹർ, 1 മാസം വഴി ദൂരത്തേക്ക് ഭയപ്പെട്ടുകൊണ്ട് എനിക്കെന്നുണ്ട് സഹായം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടണമെങ്കിൽ 1 മാസം ദൂരത്തുള്ള കാഫിറിന് പോലും എന്തായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ വഉഹില്ലത് ലിയൽ ഗനായിം, എനിക്ക് ഗനീമത്ത് സ്വത്ത് അനുവദനീയമായിപ്പെട്ടിരിക്കുന്നു. ഗനീമത്ത് സ്വത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധാർജിത സ്വത്ത്, യുദ്ധത്തിൽ നിന്നും ഉണ്ടാകുന്ന സ്വത്ത്. മുൻകാലത്ത് അമ്പിയാക്കളിൽ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തില്ല? ആ ഗനീമത്ത് സ്വത്ത് എടുക്കുക അനുവദനീയമല്ല, മറിച്ച് അതൊക്കെ കൂട്ടിയിടണം. കൂട്ടിയിട്ടാൽ ആകാശത്ത് നിന്നൊരു തീ വരും, ആ തീ അതിനെ മുഴുവൻ കരിച്ചു കളയും. ഇതായിരുന്നു മുൻകാലത്തെ അമ്പിയാക്കളുടെ രീതി. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഗനീമത്ത് സ്വത്ത് എന്തായി? അനുവദനീയമായി. വജുഇലത് ലിയൽ അർദു തഹൂറൻ വമസ്ജിദാ, അതുപോലെ ഭൂമി എനിക്ക് ശുദ്ധീകരിക്കാനുള്ളതായും മസ്ജിദായും നിർണയിക്കപ്പെട്ടു, നിശ്ചയിക്കപ്പെട്ടു. ഭൂമിയിൽ എവിടെയാണോ നമുക്ക് നിസ്കരിക്കാൻ സമയമായത് അവിടെ അവന് നിസ്കരിക്കാവുന്നതാണ്. അതല്ലാതെ പള്ളി അന്വേഷിച്ച് തന്നെ പോകണമെന്നില്ല. ഉണ്ടെങ്കിൽ അത് വേറെ കാര്യം. പക്ഷെ ഒരു വലിയ യാത്രയിലാണ്, ആളവിടെ പള്ളികളൊന്നും ഇല്ലാത്ത സ്ഥലത്താണുള്ളത്, മസ്ജിദുകളൊന്നും ഇല്ലാത്ത സ്ഥലത്താണ്, അവൻ അവിടെ എന്ത് ചെയ്യാം? അവനവിടെ ഭൂമിയിൽ എവിടെ വേണമെങ്കിലും നജസല്ലാത്ത സ്ഥലങ്ങളിൽ നിസ്കരിക്കാം. നജസല്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ നജസ് കൊണ്ട് അറിയപ്പെട്ട സ്ഥലം. ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തത്തിൽ വൃത്തിയാണ്. അതുപോലെ തന്നെ ഇതിൽ കൂടെ നായ്ക്കൾ നടക്കാറുണ്ടാവൂലേ, അപ്പോൾ മൂത്രയിക്കാറുണ്ടാവൂലേ എന്ന് നിരക്കുള്ള ചിന്തകൾ അതല്ല ഈ ഉദ്ദേശിച്ചത്. മറിച്ച് നജസ് കൊണ്ട് അറിയപ്പെട്ട സ്ഥലമാണെങ്കിൽ അവിടെ നിസ്കരിക്കരുത്. അടുത്ത കാര്യം എന്താണ്? ഞാൻ മുഴുവൻ സൃഷ്ടികളിലേക്കുമായി അയക്കപ്പെട്ട നബിയാണ്. മുഴുവൻ സൃഷ്ടികളിലേക്കുമായി അയക്കപ്പെട്ട നബിയാണ്. അതാണ് ഇപ്പോ ഷെയ്ഖ് യഹ്യ എടുത്തു കൊടുത്ത തെളിവ്. അതുപോലെ തന്നെ എന്നെ കൊണ്ട് നുബൂവത്ത് അവസാനിച്ചിരിക്കുന്നു. നുബൂവത്ത് എന്നാൽ അവസാനിച്ചിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം നബിയാണെന്ന് പറഞ്ഞ് പലരും കടന്നു വരും. പക്ഷേ ഒന്നും തന്നെ എന്തല്ല,
ശരിയല്ല, എല്ലാം കള്ളവാദികളാണ്. ആരാണോ അവരിൽ വിശ്വസിച്ചത് അവൻ ഇസ്ലാമിൽ നിന്നും പുറത്താണ്. ത്വയ്യിബ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയാൻ പറഞ്ഞത്? ഖുൽ, നബിയെ പറയുക, അതീഉല്ലാഹ വഅതീഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, അതുപോലെ അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുക. അപ്പോൾ ഖുർആൻ മാത്രം ഉണ്ടായതുകൊണ്ട് മതിയായില്ല. പിന്നെയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളുള്ള ഹദീസുകളും ഉണ്ടാവേണ്ടതാണ്, അല്ലെങ്കിൽ അത് സ്വീകരിക്കലും നിർബന്ധമാണ്. ചില ആളുകൾ പറയും എനിക്ക് ഖുർആൻ മാത്രം മതി. അത് മതിയായതല്ല. മറിച്ച് ഖുൽ അതീഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം. അല്ലാഹുവിന്റെ വാക്കുകൾ എവിടെയാണുള്ളത്? കലാമുല്ലാഹ്, അല്ലാഹുവിന്റെ കലാം ഖുർആൻ. അവിടെ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമുണ്ട്. എന്നാൽ ഖുർആനിനെ പോലെ അല്ലാതെ എന്ന് മാത്രം. ശരി. വഅതീഉർ റസൂൽ, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതീഉല്ലാഹ് അതീഉല്ലാഹ് എന്ന് പറഞ്ഞ് നിർത്തിയില്ല. മറിച്ച് എന്താണ് പറഞ്ഞത്? വഅതീഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം. അതെവിടെ നിന്ന് അനുസരിക്കാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നാണ്. അത് യൗമുൽ ഖിയാമ വരെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫൽയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്കെതിരെ പ്രവർത്തിക്കുന്നവൻ ഭയപ്പെട്ടുകൊള്ളിട്ട് അവന് ഫിത്ന ബാധിക്കുന്നത്. ഫിത്ന എന്നാൽ എന്താണെന്ന് ഉലമാക്കൾ പറഞ്ഞു, അൽ ഫിത്നതു അശ്ശിർക്കു, ഫിത്ന എന്ന് പറഞ്ഞാൽ ഷിർക്കാകുന്നു, കുഫ്റാകുന്നു. പല ആളുകളെ നമുക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സ്വീകരിക്കാൻ, കൽപ്പനകൾ അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ള പല ആളുകളെയും പിന്നെ നമ്മൾ കണ്ടത് എവിടെയാണ്? കാഫിറുകളായിട്ടാണ്. പിന്നെ അവരെ കണ്ടത് മുർത്തദ്ദായി, കാഫിറായി പോയ ആളുകളായിട്ടാണ് നമ്മൾ കണ്ടത്, അല്ലേ? ആദ്യം പറയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ശരിയല്ല, കുറച്ചു ദിവസം കഴിയുമ്പോൾ പറയും ഹദീസുകൾ എടുക്കണം, പിന്നെ പറയും ഖുർആൻ, പിന്നെ പറയും ഇസ്ലാം എന്ത്, അല്ലാഹ് എവിടെ, മനസ്സിലാകുന്നുണ്ട്? ഇത് നമ്മൾ സ്ഥിരമായി കാണുന്ന. എവിടെ തുടങ്ങിയത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ തള്ളിയപ്പോൾ, അതിനെ അനുസരണക്കേട് കാണിച്ചപ്പോൾ, ഫൽയഹ്ദർ, അവർ പേടിച്ചോ, അൻ തുസീബഹും ഫിത്ന, അവർക്ക് ഫിത്ന ബാധിക്കുന്നത്. ഉലമാക്കൾ പറഞ്ഞു അൽ ഫിത്നതു അൽ കുഫ്റു, അല്ലെങ്കിൽ അശ്ശിർക്കു. ഫിത്ന എന്ന് പറഞ്ഞാൽ അത് കുഫ്റാണ്, അത് ശിർക്കാണ്. തയ്യിബ്. അതുപോലെ തന്നെ അടുത്ത കാര്യം എന്താണ്? തസ്ദീഖുഹു ഫീമാ അഖ്ബർ. കാഫിറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തിയിരുന്നു. എവിടെ? നബുവത്ത് കിട്ടുന്നതിന് മുമ്പ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനാണ് എന്നതിൽ ആർക്കും സംശയമില്ല, കാഫിറുകൾക്ക് സംശയമില്ലായിരുന്നു. അതുപോലെ തന്നെ ഫഇന്നഹും ലാ യുകദ്ദിബൂനക, തീർച്ചയായും അവർ താങ്കൾ എന്ത് ചെയ്യുന്നില്ല, കളവാക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുപോലെ തന്നെ അബൂ സുഫിയാൻ ഹെർക്കുലിസ് ചക്രവർത്തിയോട് പറഞ്ഞു, നമ്മൾ ഇയാളിൽ എന്ത് ചെയ്തിട്ടില്ല, കളവ് പറയുന്നവനായിട്ട് കണ്ടിട്ടില്ല. അവർ അത് സമ്മതിച്ചിരുന്നു. പിന്നെ ബാക്കിയുള്ള മുസ്ലിമീങ്ങളുടെ കാര്യം എന്താ? തസ്ദീഖ്, പൂർണ്ണമായും സത്യപ്പെടുത്തുക, പൂർണ്ണമായും സത്യപ്പെടുത്തുക. അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ, ഇതൊക്കെ നടക്കോ ഈ ഒരു കാര്യം? അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സിലാവുകയില്ല. അവിടെ എന്തേ സാധിക്കുള്ളൂ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെയാണ് നിൽക്കേണ്ടത്. അതെനിക്ക് മനസ്സിലാവുന്നില്ല, ഇതെങ്ങനെ മനസ്സിലായില്ലെങ്കിൽ പിന്നെന്താ ഉത്തരം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ എന്തായി, നിനക്ക് മനസ്സിലായോ മനസ്സിലായിട്ടില്ലേ എന്നുള്ളത് വിഷയമല്ല, സത്യപ്പെടുത്തലാണ് നിന്റെ മേൽ നിർബന്ധമായിട്ടുള്ളത്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയത് ഒഴിവാക്കൽ, അതിൽ നിന്നും അകന്നു നിൽക്കൽ. ഒഴിവാക്കുകയല്ല, മറിച്ച് എന്താണ്? അകന്നു നിൽക്കൽ. ഒഴിവാക്കുകയും അകന്നു നിൽക്കലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. അകന്നു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒഴിവാക്കലുമാണ്, അകലം പാലിക്കലുമാണ്. അകന്നു നിൽക്കണം. അതിനുള്ള തെളിവാണ് അദ്ദേഹം പറഞ്ഞത്, മാ നഹയ്തുകും അൻഹു ഫജ്തനിബൂഹു, നിങ്ങളെ ഞാൻ വിലക്കിയത് നിങ്ങൾ ഒഴിവാക്കുക, അകന്നു നിൽക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ അടുത്ത കാര്യമാണ് എന്ത്?
അശ്ശൈഖ് അബ്ദുൽ ഹമീദ് അൽ ഹജൂരി ഹഫിളഹുല്ലാഹ് അദ്ദേഹം നാലാമത്തെ കാര്യമായി പറയുന്നു വഅല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ. അദ്ദേഹം പഠിപ്പിച്ചത് പ്രകാരം മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കപ്പെടാവൂ. അള്ളാഹുവിനെയാണോ ആരാധിക്കുന്നത് എങ്കിൽ എങ്ങനെയായിരിക്കും ആരാധിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലത്തിലായിരിക്കും. നിന്റെ ഇഷ്ടത്തിലൊരു ആരാധന നീ ഉണ്ടാക്കരുത്. അപ്പൊ ഇതാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇലാ ഹുനാ വല്ലാഹു തആല അഅലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.